നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. കർക്കിടകൻ രാശിയിൽ ഉൾപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 2026 ഫെബ്രുവരി മാസം സംഭവിക്കാൻ പോകുന്ന 7 പ്രധാനപ്പെട്ട പ്രവചനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, ദാമ്പത്യ ജീവിതം, ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. 2026 ഫെബ്രുവരി മാസത്തിൽ കർക്കിടക രാശിക്കാർ തങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഗ്രഹനിലയിൽ വരുന്ന ചില മാറ്റങ്ങളാണ് ഇതിന് കാരണം. ഫെബ്രുവരി 23 നിങ്ങളുടെ രാശിചക്രത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നു. ജ്യോതിഷപ്രകാരം അത്ര ശുഭകരമല്ലാത്ത 8ാം ഭാവത്തിലേക്ക് ഊർജ്ജസ്വലനായ ചൊവ്വയും തേജസ്വിയായ സൂര്യനും ഒന്നിച്ചു വരികയാണ്. 8ാം ഭാവം സാധാരണയായി ആരോഗ്യ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. അതിനാൽ ഈ 2 ശക്തരായ ഗ്രഹങ്ങൾ അവിടെ എത്തുമ്പോൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയാൻ സാധ്യതയുണ്ട്. ഫെബ്രുവരി 23 ശേഷമുള്ള ദിവസങ്ങളിൽ ദഹനക്കുറവ്, വയറുവേദന അല്ലെങ്കിൽ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം. ഈ സമയത്ത് ഭക്ഷണ കാര്യങ്ങളിൽ കടുത്ത നിയന്ത്രണം ആവശ്യമാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് വയറിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. ഈ മാസത്തെ ഗ്രഹനില അനുസരിച്ച് നിങ്ങൾക്ക് കാല് തെന്നി വീഴാനോ ചെറിയ പരിക്കുകൾ പറ്റാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട്. നടക്കുമ്പോഴും പടികൾ കയറുമ്പോഴും അമിതമായ വേഗത കാണിക്കരുത്. കുളിമുറിയിലോ നനവുള്ള തറയിലൂടെ നടക്കുമ്പോഴോ പ്രത്യേകം ശ്രദ്ധിക്കണം. റോഡ് മുറിച്ചു കിടക്കുമ്പോഴും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ജാഗ്രത പാലിക്കണം. ഫെബ്രുവരി 14 ശേഷം പല്ലുവേദനയോ അല്ലെങ്കിൽ തൊണ്ടയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളോ വരാൻ സാധ്യതയുണ്ട്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളല്ല ഇവയെങ്കിലും തുടക്കത്തിലെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കർക്കിടകൻ രാശിക്കാർക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ 2026 ഫെബ്രുവരി മാസം അതീവ ശുഭകരമായ ഫലങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത്. ഗ്രഹനിലയിൽ വന്നിട്ടുള്ള അനുകൂല മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. അറിവിനെയും ബുദ്ധിശക്തിയെയും ഉപരിപഠനത്തെയും സൂചിപ്പിക്കുന്നത് 5ാം ഭാവമാണ്. നിങ്ങളുടെ 5ാം ഭാവാധിപനായ ചൊവ്വ ഈ മാസം തന്റെ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. 7ാം ഭാവത്തിലുള്ള ചൊവ്വയുടെ ഈ ഉച്ചസ്ഥിതി നിങ്ങളുടെ പഠനകാര്യങ്ങളിൽ വലിയ ഉണർവ് നൽകും. ബുദ്ധിയും ധൈര്യവും ഒരുപോലെ പ്രവർത്തിക്കുന്ന സമയമാണിത്. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് സുവർണകാലമാണ്. പരീക്ഷകളിലോ അഭിമുഖങ്ങളിലോ നിങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കും. നിങ്ങൾ വളരെ കാലമായി ലക്ഷ്യം വെക്കുന്ന സർക്കാർ ജോലികളുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ ഈ സമയത്തുണ്ടെങ്കിൽ വലിയ വിജയം പ്രതീക്ഷിക്കാം. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ഈ കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കും. ഉപരിപഠനത്തിനായി പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനോ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. വിദേശ പഠനത്തിനായോ മറ്റ് ഉന്നത വിദ്യാഭ്യാസത്തിനായോ അപേക്ഷകൾ സമർപ്പിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ മാസത്തിനുള്ളിൽ തന്നെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ചൊവ്വയുടെ ശുഭകരമായ സ്ഥാനം നിങ്ങളുടെ മനസ്സിന് നല്ല കരുത്തു നൽകും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം നല്ല ഏകാഗ്രതയോടെ പഠിക്കാൻ സാധിക്കും. അലസത മാറി പഠനത്തിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും എന്നതാണ് ഈ മാസത്തിന്റെ പ്രധാന പ്രത്യേകത. കർക്കിടക രാശിക്കാർക്ക് 2026 ഫെബ്രുവരി മാസം പ്രണയത്തിന്റെയും സന്തോഷത്തിന്റെയും നാളുകളാണ്. ഗ്രഹനില പരിശോധിക്കുമ്പോൾ പ്രണയത്തെ സൂചിപ്പിക്കുന്ന 5ാം ഭാവത്തിൽ വളരെ ശുഭകരമായ മാറ്റങ്ങളാണ് കാണുന്നത്. ഈ മാസത്തെ ഏറ്റവും വലിയ പ്രത്യേകത പ്രണയത്തിന്റെ ഗ്രഹമായ ശുക്രനും ആവേശത്തിന്റെ ഗ്രഹമായ ചൊവ്വയും ഒത്തുചേരുന്നു എന്നതാണ്. ജ്യോതിഷത്തിൽ ശുക്രൻ സ്നേഹത്തെയും ചൊവ്വ തീവ്രമായ വികാരങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇവർ ഒന്നിച്ചു നിൽക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളിൽ പുതിയൊരു ഊർജം നിറക്കും. പങ്കാളിയോട് കൂടുതൽ സമയം ചെലവഴിക്കാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സ്നേഹബന്ധം മുൻപത്തേക്കാൾ ആഴമുള്ളതാകും. പങ്കാളിയിൽ നിന്ന് കൂടുതൽ സ്നേഹവും കരുതലും നിങ്ങൾ ഈ മാസം ആഗ്രഹിക്കും. പുതിയ ആളുകളെ പരിചയപ്പെടാനും അവരുമായി സൗഹൃദത്തിലാകാനും ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈ സൗഹൃദങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പ്രണയത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്.
ശുക്രന്റെ സ്വാധീന നിമിത്തം മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള നിങ്ങളുടെ കഴിവ് ഈ മാസം വർദ്ധിക്കും. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താൻ ഈ ഗ്രഹനില നിങ്ങളെ സഹായിക്കും. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ സംതൃപ്തിയും സന്തോഷവും നിലനിൽക്കും. പരസ്പര ധാരണയോടുകൂടി മുന്നോട്ടു പോകാൻ സാധിക്കുന്നതിനാൽ മനസ്സിന് വലിയ സമാധാനം ലഭിക്കും. ചെറിയ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും. പ്രണയത്തിന്റെ കാര്യത്തിൽ കർക്കിടക രാശിക്കാർക്ക് ഏറ്റവും ഭാഗ്യമുള്ള മാസങ്ങളിലൊന്നാണ് ഫെബ്രുവരി മാസം. 2026 ഫെബ്രുവരി മാസത്തിൽ കർക്കിടക രാശിക്കാരുടെ 7ാം ഭാവത്തിൽ 4 പ്രധാന ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിലും ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. സ്നേഹത്തിന്റെ ഗ്രഹമായ ശുക്രൻ, ബുദ്ധിയുടെ ഗ്രഹമായ ബുധൻ, ആവേശമുള്ള ചൊവ്വ, തേജസ്സുള്ള സൂര്യൻ എന്നിവർ നിങ്ങളുടെ ദാമ്പത്യഭാവത്തിൽ ഒന്നിച്ചു നിൽക്കുന്നു. പങ്കാളിയുടെ ജോലിയിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിന് അവർക്ക് അർഹമായ അംഗീകാരവും സാമ്പത്തിക ലാഭവും ഈ മാസം ലഭിക്കും. അവരുടെ കരിയറിൽ നല്ല മാറ്റങ്ങൾ വരുന്നത് കുടുംബത്തിന് മൊത്തത്തിൽ സാമ്പത്തിക ഭദ്രത നൽകാൻ സഹായിക്കും. 7ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ഒന്നിച്ചു നിൽക്കുന്നത് അല്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ 2 ഗ്രഹങ്ങളും അഗ്നിമൂലകങ്ങളായതിനാൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരാനോ വാശി കാണിക്കാനോ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഫെബ്രുവരി 20 മുൻപുള്ള കാലയളവിൽ ഈ ദേഷ്യം കൂടുതലായിരിക്കും. പങ്കാളി ദേഷ്യപ്പെടുമ്പോൾ തിരിച്ച് പ്രതികരിക്കാതെ ശാന്തത പാലിക്കുന്നത് വലിയ വഴക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ പങ്കാളിയുടെ കരിയറിൽ വലിയ വളർച്ചയുണ്ടാക്കുന്ന ഒരു മാസമാണിത്. എന്നാൽ അവരുടെ സ്വഭാവത്തിൽ വരുന്ന ചെറിയ മാറ്റത്തെ നിങ്ങൾ വിവേകപൂർവം കൈകാര്യം ചെയ്താൽ ഈ മാസം വളരെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഈ കാലയളവിൽ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് ശനിയാണ് നിൽക്കുന്നത്. കർക്കിടക രാശിക്കാർക്ക് ഇപ്പോൾ 7ാം ശനിയോ കണ്ടകശനിയോ ഇല്ലാത്തതിനാൽ വലിയ ദുരിതങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടാക്കും. നിങ്ങളുടെ ഭാഗ്യാധിപനായ വ്യാഴം 12ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടും. ഈ ഒരു അവസ്ഥ 2026 ജൂൺ മാസം വരെ തുടരാൻ സാധ്യതയുണ്ട്. ജൂൺ മാസത്തിൽ വ്യാഴം രാശി മാറുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ തൊഴിൽ ഭാവത്തിന്റെ അധിപനായ ചൊവ്വ ശക്തമായ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. നിലവിലുള്ള ജോലി മാറാനോ പുതിയ തൊഴിലിലേക്ക് പ്രവേശിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. നിങ്ങൾ ഇന്റർവ്യൂകൾക്കായി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്തിനുള്ളിൽ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സംസാര ശൈലിയും ബുദ്ധിപരമായ പ്രവർത്തനങ്ങളുമായിരിക്കും ഈ മാസം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുക. സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടും നന്നായി സംസാരിക്കുന്നത് കരിയറിൽ നേട്ടങ്ങൾ കൊണ്ടുവരും. ബിസിനസ് ചെയ്യുന്ന കർക്കിടക രാശിക്കാർക്ക് ഈ മാസം സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഗ്രഹനിലയിലുണ്ട്. പ്രോപ്പർട്ടി ഡീലിംഗ്, വീട് നിർമ്മാണം, ബിൽഡേഴ്സ് എന്നിവർക്ക് ഈ മാസം വലിയ കരാറുകൾ ലഭിക്കാനും നല്ല ലാഭമുണ്ടാക്കാനും സാധിക്കും. മെഡിക്കൽ ഷോപ്പുകൾ നടത്തുന്നവർക്കും ഔഷധങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്കും മികച്ച വരുമാനം ഈ മാസം ലഭിക്കും. കൺസൾട്ടിംഗ് നടത്തുന്നവർക്കും ഡോക്ടർമാർക്കും അവരുടെ പ്രൊഫഷനിൽ വലിയ പുരോഗതിയും അംഗീകാരവും ഉണ്ടാകും. ഇന്റർനെറ്റ് വഴി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം പുതിയ ഇടപാടുകൾ വരാനും ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കും. ചുരുക്കത്തിൽ ഭാഗ്യത്തിന് അല്പം കാലതാമസമുണ്ടെങ്കിലും തൊഴിൽപരമായും സാമ്പത്തികമായും ഈ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് വലിയ ഉയർച്ചകൾ നൽകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ സംബന്ധമായ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.